ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നുണ്ടോ ഒരു ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ല അടിപൊളി ഒരു വീടാണ്. കണ്ട എന്റെ പുറകെ കാണുന്ന വീട് കണ്ട നല്ല സൂപ്പർ ഒരു വീടാണ്. കണ്ടോ, നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടെ. അത്യാവശ്യം നല്ല വില കുറവിൽ കൊടുക്കുന്ന ഒരു വീടാണ്. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മളുടെ സെക്കൻഡ് ചാനൽ ഡിയർ, അതായത് നമ്മളൊരു 50 ലക്ഷത്തിൽ താഴെയുള്ള വീടുകളൊക്കെ ചെയ്യാൻ വേണ്ടി വേറൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. DRK ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞ ചാനലിന്റെ പേര്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വില കുറഞ്ഞ വീടുകളൊക്കെ അതിന്റെ അകത്തിന് ഇഷ്ടംപോലെ വരുന്നതാണ്. നമ്മളിനി അത് അന്വേഷിച്ച് കുറച്ചെല്ലാം നടക്കുന്നുണ്ട്. ഓണത്തിനൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം വീടുകൾ അതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇട്ടും അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഓൾ കേരളത്തിന് വീഡിയോ ചെയ്യണം. അപ്പൊ എല്ലായിടത്തും വീഡിയോ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ എപ്പോഴാണ് നമ്മളൊന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്ത് വന്നാലും നിങ്ങളുടെ ഒരു വീട് എന്നായാലും നമ്മളത് വന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നിങ്ങൾക്ക് പറ്റിയൊരു വീട് കൊണ്ടുവരും, ഉറപ്പാണത്. നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളും കാഴ്ചകളിലോട്ട് പോവാം. ഓക്കെ. ഈ വീടിന്റെ ഓണർ ഓസ്ട്രേലിയയിൽ സെറ്റിലായി. അത് കാരണം കൊണ്ട് ഈ വീട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ വീട് കൊടുക്കൂല. 4 വർഷം മുമ്പ് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ്. അത് നല്ല ഗ്രാൻഡായിട്ട് പണിത വീട്. കാരണം ഈ വീട് പണിതപ്പോൾ അന്നേരം അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം 4 വർഷം കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിലാകേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവർ പണിതപ്പോൾ നല്ല അടിപൊളി ഒരു വീടങ്ങോട്ട് പണിത്. ഇതാണെങ്കിൽ 50 സെൻറ്റ് സ്ഥലമുണ്ട്. അതായത് 1/2 ഏക്കർ സ്ഥലം. 1/2 ഏക്കർ സ്ഥലത്താണ് ഇത്രയും നല്ലൊരു വീട്. താമസം ഇല്ലെങ്കിൽ കണ്ട ഇതായിരിക്കും അവസ്ഥ. പറമ്പൊക്കെ കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കാടും പിടിച്ച് കിടക്കും. കാരണം ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പൂട്ടിയിട്ടിട്ട് പോവാം. പക്ഷെ പറമ്പും വീടൊക്കെ എങ്ങനെയാണ് പൂട്ടിയിട്ടിട്ട് പോകണം? എന്നിട്ട് മുറ്റത്ത് തന്നെ വറ്റാത്ത വലിയൊരു കിണർ. വെള്ളത്തിനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പറമ്പിലാണെങ്കിൽ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ, ഇത് മാവ്, പ്ലാവ്, തെങ്ങ്, സപ്പോട്ട, ഇല്ലാത്ത മരങ്ങളില്ല. എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട്. അവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണണ്ട. ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, കാരണം പറമ്പൊക്കെ നല്ല നിരപ്പായിട്ടില്ല. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നേന്. ഇപ്പം ഇത് നോക്കാനും ആളില്ല, താമസിക്കാനും ആളില്ല. വീട് മാത്രം ഒരാൾ വന്നിട്ട് ആഴ്ചയിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോകും. അതുകൊണ്ട് വീടിൻ്റെ അകവും പുറമൊക്കെ സിറ്റ് ഔട്ടും കാര്യങ്ങളെല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ആ കാണുന്നത് ഒരു ഔട്ട് ഹൗസ് ഉണ്ടോ, അതായത് സർവൻറ്റിനും ഡ്രൈവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. എൻ്റെ സൈഡിലൊരു ബാത്റൂം ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പുല്ല് പിടിച്ചിരിക്കണം. അത് കാരണം ഞാൻ അങ്ങോട്ട് പോകണില്ല. കാരണം കാട് പിടിച്ചിരിക്കണല്ലേ.